പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് വരികയാണ്. മാക്സിമം ആൻഡ് മിനിമം, മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ, മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ, ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, അതോട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിലോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഗ്രാഫെല്ലാം വരച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ദെൻ ലോക്കൽ മാക്സിമം എന്താണെന്ന് മനസ്സിലാക്കണം, ലോക്കൽ മിനിമം എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. മാക്സിമം ആൻഡ് മിനിമ, നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മൾ ഇതിനോട്ട് ഞാൻ ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷനെ കുറിച്ച് ഒരു കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് കൺസിഡർ ദ ഫംഗ്ഷൻ y is equal to f of x, that is equal to minus x square plus 2, minus x square plus 2. Then x belongs to closed interval minus to 2. അപ്പോൾ മൈനസ് 2 ഉൾപ്പെടെയുള്ള വാല്യൂ എന്ന ക്ലോസ് ഇൻ്റർവൽ. ഓപ്പൺ ഇൻ്റർവൽ മൈനസ് 2 എന്ന് പറഞ്ഞാൽ ആ മൈനസ് 2 എന്ന വാല്യൂ ഉൾപ്പെടില്ല, അതിനുള്ളിലുള്ള എല്ലാ വാല്യൂസും അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കേണ്ടി ഇതിനോട് ബേസ് ചെയ്ത്, അതായത് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മൾ എക്സും വൈ ആക്സും വരയ്ക്കുന്ന പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് നമുക്ക് ഇതുപോലെ നമുക്കൊരു ഗ്രാഫ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് എഫ് ഓഫ് എക്സ് ഇസിക്കൽ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഇത് നോക്കിക്ക് എക്സിന് നമ്മൾ 0 എന്ന വാല്യൂ വരുമ്പോഴാണ് അതിൻ്റെ മാക്സിമം വാല്യൂ എഫ് ഓഫ് എക്സ് 2 എന്ന വാല്യൂ ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആ ഗ്രാഫ് നമുക്ക് -2 മുതൽ 2 വരെയുള്ള വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതനുസരിച്ചാണ് ഈ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു നോക്കി, ഫ്രം ദ ഗ്രാഫ് വി ഒബ്സർവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഹാസ് എ മാക്സിമം വാല്യൂ അറ്റ് എക്സ് ഇസിക്കൽ ടു 0. ഞാൻ കൊണ്ട് പറഞ്ഞു അറ്റ് എക്സ് ഇസിക്കൽ ഇത് ഫംഗ്ഷൻ മാക്സിമം വാല്യൂ 2 ആണ് നമുക്കവിടെ കിട്ടുന്നത്. ആൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് 0 ദാറ്റ് ഇസിക്കൽ ടു 2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. കൂടാതെ എഫ് ഓഫ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് 0 എല്ലാം ഇപ്പോഴും നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമ്മൾ നോക്കി ഏത് വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്താലും എഫ് ഓഫ് 0 ആയിരിക്കും എന്താ മാക്സിമം അതിൽ വാല്യൂ വരുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് 2 ആണ് ഇവിടെ എഫ് ഓഫ് 0. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതാ പോയിന്റ് നമ്മളോട് കൊണ്ട് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ -2. ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്താണ് മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷനെ കുറിച്ച് ഒരു എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതിയെടുക്കുക. ദെൻ നമുക്ക് അടുത്ത മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഈ ഗ്രാഫും ശ്രദ്ധിച്ചെല്ലാവരും. നമുക്ക് ഞാൻ ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ചതിന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ താഴോട്ട് വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. എക്സാമ്പിൾ എടുത്ത് പറയാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. കണ്ട, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1. Then x belongs to closed interval -1, 3. Closed interval -1, 3. ഇവിടെ നമ്മൾ അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കും. വരക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കി, ഗ്രാഫ് ഇതുപോലെ നമ്മൾ പോയി അറ്റ് എക്സ് ഇസിക്കൽ ടു 1, ദെൻ എഫ് ഓഫ് സി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ പോയിന്റ് 1 ആയിരിക്കും. എഫ് ഓഫ് സി അതായത് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് ഇതുപോലെ നമുക്ക് വരക്കാൻ സാധിക്കും. ബിറ്റ്വീൻ എന്തെന്നാ നോക്കിക്ക് ക്ലോസ് ഇൻ്റർവെല് -1, 3, -1, 3ക്ക് ഇടയിലുള്ള വാല്യൂസ്, അത് ഉൾപ്പെടെയുള്ള വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, ഫ്രം ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ വി ഒബ്സർവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഹാസ് എ മിനിമം വാല്യൂ അറ്റ് എക്സ് ഇസിക്കൽ ടു 1. അറ്റ് എക്സ് ഇസിക്കൽ ടു 1 വരുമ്പോൾ എക്സ് 1 ആയിരിക്കും. ഇവിടെ നമുക്ക് ആ ഗ്രാഫ് നമുക്ക് മിനിമം വാല്യൂ ആണ്, അതായത് എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എന്ന രീതിയിൽ നമുക്ക് കിട്ടും. അതാണ് മിനിമം വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ആൻഡ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാതെ എന്താണ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതാണ് ഞാൻ പറഞ്ഞത് എഫ് ഓഫ് 1 എക്സിന് 1 കൊടുക്കുമ്പോൾ ദെൻ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. കണ്ട, ഈ വാല്യൂ നമുക്ക് എഫ് ഓഫ് സി എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഓൾസോ എഫ് ഓഫ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എഫ് ഓഫ് വൺ എല്ലായ്പ്പോഴും എന്താണ് എഫ് ഓഫ് സിനേക്കാൾ ഒന്നല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. എഫ് ഓഫ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 3. എക്സിൽ ഏത് വാല്യൂ -1 ക്ലോസ്ഡ് -1 3 ഏത് വാല്യൂ നമ്മൾ എടുത്താലും എന്തായിരിക്കും എഫ് ഓഫ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നമുക്ക് എഴുതാൻ സാധിക്കും. അതാണ് നമുക്ക് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷനെ കുറിച്ചൊരു ഐഡിയ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുക്കുക. ദെൻ നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ട് കടക്കാം. ദെൻ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ എക്സ്ട്രീം വാല്യൂ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഈ ഗ്രാഫ് ഒന്നും ശ്രദ്ധിച്ച എല്ലാവരും. ഈ ഗ്രാഫിൽ നിങ്ങൾ നമ്മൾ എക്സ് വൈ ആക്സിസ് ഞാൻ കേർവ് ഇങ്ങനെ കണ്ടു. ഓക്കെ, ഇവിടെ നമ്മൾ തുടങ്ങി എയിൽ ഇത് ചെയ്ത് ദെൻ ബിയിലൂടെ കടന്ന് സിയിലൂടെ കടന്ന് ഡിയിലൂടെ കടന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മിനിമം വാല്യൂ ആയിട്ട് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ C1 എന്ന പോയിന്റ് നോക്കി. C1 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, എ എന്ന പോയിന്റ്. അതുപോലെ തന്നെ ദെൻ സി എന്ന പോയിന്റ്, ദെൻ C3 എന്ന് മാർക്ക് ചെയ്തത്. പക്ഷെ ഈ രണ്ട് വാല്യൂ നോക്കി, ബിയും ഡിയും നോക്കിക്കേ നിങ്ങൾ, C2 C4 നമ്മൾ നോക്കിക്കേ, അത് മാക്സിമം ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ് നമുക്ക് നോക്കി ഇവിടെ C1 C2 C3 C4 അത് എക്സ്ട്രീം, ഒന്നില്ലെങ്കിൽ ഏറ്റവും കുറവായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രീം അതിൽ തന്നെ മിനിമം നോക്കേണ്ടത് C1 C3 മിനിമം ആണ്. ദെൻ മാക്സിമം എന്ന് പറയുന്നത് C2 C4. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലോട്ട് വരണം. മാക്സിമം മിനിമയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ഐഡിയ കൂടി നമുക്ക് മനസ്സിൽ വരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. നോക്കി കുട്ടികളെ, ഇപ്പോൾ എക്സ്ട്രീം വാല്യൂ എന്ന് പറയുന്നത്, consider the function y is equal to f of x whose graph is given. അത് ഞാൻ പറഞ്ഞ ഗ്രാഫ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, we observe that C1 C3 are the points of minimum value. കണ്ട, C1 ഉം C3 മിനിമം വാല്യൂ ആയിട്ട്. അതുപോലെ തന്നെ C2 and C4, C2 and C4 are the points of maximum value. അവിടെ നമ്മൾ C1 ഉം C3 മിനിമം വാല്യൂവും C2 C4 അവിടെ മാക്സിമം വാല്യൂ. ഹെൻസ് C1 അപ്പോൾ നമുക്ക് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ C1 C2 C3 C4 ആർ എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറയും. എന്ത് പറയുന്നു? എക്സ്ട്രീം പോയിന്റ്സ്. ഒന്നില്ല അത് മിനിമം ആയിരിക്കും, അല്ലാതെ മാക്സിമം ആയിരിക്കും. ആൻഡ് അതിൻ്റെ നമുക്ക് എഫ് ഓഫ് C1 എന്താ നോക്കുക, എഫ് ഓഫ് C2 നോക്കുക, എഫ് ഓഫ് C3 എഫ് ഓഫ് C4 എടുക്കണമെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ്. അപ്പോൾ നമ്മൾ C1 C2 C3 C4 എക്സ്ട്രീം എന്താണ് വാല്യൂ ആയിട്ട് മാക്സിമം അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എഫ് ഓഫ് C1 എഫ് ഓഫ് C2 എഫ് ഓഫ് C3 എഫ് ഓഫ് C4നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ്. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. കുട്ടികളെ, നമുക്ക് ലോക്കൽ മാക്സിമം എന്താണ്, ലോക്കൽ മിനിമം എന്താണെന്നതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഞങ്ങൾക്കൊരു ഗ്രാഫ് ഞാൻ വരച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഗ്രാഫിന് പ്രത്യേകതയുണ്ട്, നിങ്ങളെല്ലാവരും നോക്കിക്കേ, നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നും. നമ്മൾ ഈ ഗ്രാഫ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി അതിൻ്റെ ഗ്രാഫ് ഇത് കർവ് നോക്കിയിട്ട് അതിങ്ങനെ പോയി ഒരു പോയിന്റിലെത്തി നേരെ പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വന്ന് ദെൻ ഡിക്രീസ് ചെയ്യുന്നു. കണ്ട, ഡിക്രീസ് ചെയ്ത് പിന്നെ ഒരു പോയിന്റായിട്ട് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷെ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഇൻക്രീസിങ് ഡിക്രീസിങ് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നു. ദെൻ അത് പോയി മുകളിലോട്ട് ഇൻക്രീസ് ചെയ്ത് ദെൻ ഒരു പോയിന്റ് ഇട്ട് ഷാർപ്പായിട്ടൊരു പോയിന്റ് ചെന്നിട്ട് അവിടെ നിന്ന് നേരെ താഴോട്ട് അങ്ങനെ പോകും. കണ്ട, ഒരു പ്രത്യേകത പല 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒന്ന് ദെൻ ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്ത് പോയിന്റിലെത്തി ദെൻ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ഡിഗ്രി ഒരു പോയിന്റിലെത്തി ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് അല്ലാത്ത രീതിയിൽ നടക്കും, മാക്സിമം മിനിമം അല്ലാത്ത രീതി. അവിടെ നിന്ന് ഇൻക്രീസ് ചെയ്ത് ഒരു പോയിന്റ് എത്തിച്ചേർന്ന് ആ ഷാർപ്പായിട്ട് തന്നെ പോയിന്റ് താഴോട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് ശ്രദ്ധിക്കാം. ഇനി പല ഘട്ടങ്ങളുണ്ട്, അത് ശരിക്കും നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എൻ്റെ ഡെഫിനിഷനും അതിൻ്റെ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്.
അപ്പോൾ അതിൽ നമുക്ക് ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ കൂടി പറയാം. നമുക്ക് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമം കാണുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയ ഈ ഐഡിയ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗ്രാഫിലൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കുകയും ഞാൻ പറഞ്ഞ ഈ പോയിന്റ് ഇത് ഇൻക്രീസ് ചെയ്ത് നമ്മൾ പോയിന്റ് C1, C2, C3, C4 നമ്മൾ ഇത് കൊടുക്കുന്നു. ഇവിടെ ഈ പ്രത്യേക ഘട്ടത്തിൽ f'(C1) ഈക്വൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ y f(x)ൽ f'(C1) ഈക്വൽ ടു സ്ലോപ്പ് ഈക്വൽ ടു 0. അവിടെ നമ്മൾ പറയുന്നത് അവിടെ ലോക്കൽ മാക്സിമ എന്ന് പറയും. മാക്സിമം പോയിന്റ് എത്തിയിട്ട് മാക്സിമ f'(C1) ഈക്വൽ ടു ലോക്കൽ മാക്സിമം. വീണ്ടും അതങ്ങനെ കുറഞ്ഞ് വന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടെ എത്തിയത് ഇവിടെ നമ്മൾ ഈ പോയിന്റ് C2 എന്ന അതിൽ സ്ലോപ്പ് ഇടുമ്പോൾ f'(C2) ഈക്വൽ ടു എന്ത് വരും, അവിടെ C2 0 എടുക്കുന്നു. ദെൻ ആ പോയിന്റിൽ നമുക്ക് എന്ത് പറയുന്നത് ലോക്കൽ മിനിമ എന്നാണ്, ലോക്കൽ മിനിമ. അപ്പോൾ ഇത് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ. വീണ്ടും അത് ഇൻക്രീസ് ചെയ്ത് പ്രത്യേക ഒരു പോയിന്റ് എത്തി അത് ഇൻക്രീസിങ് ഡിക്രീസിങ് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് അവിടെ നൈദർ മാക്സിമ നോർ മിനിമ. അത് തന്നെ f'(C3) ഇവിടെ C3 ഈക്വൽ ടു 0, സ്റ്റോപ്പ് f'(C3) ഈക്വൽ ടു 0. അവിടെ മാക്സിമം ഇല്ല മിനിമം ഇല്ലാത്തൊരവസ്ഥ. വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് നോക്കിയെന്ന് ശ്രദ്ധിച്ചു നോക്കി ഒരു പ്രത്യേക പോയിന്റ് നമ്മൾ C3, C4 എന്നായിരുന്നു. അവിടെ f'(C4) ഡസ് നോട്ട് എക്സിസ്റ്റ്. അവിടെ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ സാധിക്കുന്നില്ല ആ പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ 4 ഘട്ടമാണ് നമുക്കുള്ളൂ. ഇനി നമുക്ക് ഈ ഡെഫിനിഷനോട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡെഫിനിഷനോട്ട് ഒന്ന് കിടക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയാതെ then let f be a continuous function. A continuous function ആയിരിക്കണം. A continuous function defined on an open interval I. ഒരു ഓപ്പൺ ഇൻ്റർവൽ ആയിൽ ഡിഫൈൻ ചെയ്ത കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ആൻഡ് C be a critical point in I. ക്രിട്ടിക്കൽ വാല്യൂസ് കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂസ് നമ്മൾ. അപ്പോൾ അവിടെ നമ്മൾ ആ C എന്ന പോയിന്റ് ബി എ ക്രിട്ടിക്കൽ പോയിന്റ് ഇന്ന് ആയ തന്നിരിക്കുന്ന ഇൻ്റർവൽ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ദെൻ 3 സ്റ്റെപ്പായിട്ട് വരുന്നത് അതിൻ്റെ തേർഡ് ഡെഫിനിഷൻ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. ദെൻ ഫസ്റ്റ് പോയിന്റ് ഇഫ് f'(x) ചേഞ്ചസ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആസ് x ഇൻക്രീസസ്, എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ദെൻ ത്രൂ സി തന്നെ നോക്കി എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ സി ദെൻ സി ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്ന്. അങ്ങനെയാണ് ആ പോയിന്റ് സീനെ നമുക്ക് എന്ത് പറയുന്നു, ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. അതേസമയം ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ അതാണ് അടുത്ത പോയിന്റ്. ഈ f'(x) ചേഞ്ചസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആസ് എക്സ് ഇൻക്രീസസ്, ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആസ് എക്സ് ഇൻക്രീസസ് ദെൻ ത്രൂ നമ്മളെ പോയിന്റ് C, ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് നമ്മൾ ത്രൂ C, ദെൻ C ഇസ് എ പോയിന്റ് ലോക്കൽ മിനിമ. അത് പോയിന്റ് ലോക്കൽ മിനിമ. ഇവിടെ നമ്മൾ ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ. ദെൻ തേർഡ് കേസ് എടുക്കുക. തേർഡ് കേസ് ഞാൻ പറയും നൈദർ മാക്സിമം നോർ മിനിമ കേസ് വരുന്നു. ഇഫ് f'(x) ഡസ് നോട്ട് ചേഞ്ച് സൈൻ ആസ് എക്സ് ഇൻക്രീസ് സൈൻ ഒന്നും വരിക, പോസിറ്റീവ് ടു നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും അങ്ങനെ ഇല്ല. അങ്ങനെയാകുമ്പോൾ ഡസ് നോട്ട് ചേഞ്ച് ദ സൈൻ, അവിടെ ശ്രദ്ധിക്കേണ്ട വേണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ത്രൂ C, ദെൻ C ഈസ് നൈദർ എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ നോർ എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. അവിടെ മാക്സിമേ ഇല്ല, ദെൻ മിനിമേ ഇല്ല, ലോക്കൽ മാക്സിമം. അങ്ങനെയുള്ള പോയിന്റിൽ നമ്മൾ എന്ത് പറയുന്നു, ഇപ്പോൾ സാധാരണ പോയിന്റിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ. ഈ ടെസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. ചില കേസിൽ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് അടുത്ത ഡെഫിനിഷനായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഈ ഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് വരച്ചെടുക്കുക. ഇനി സംശയം ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഡെഫിനിഷനിലോട്ട് പോകാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചു ലോക്കൽ മാക്സിമം എന്താണ്, ലോക്കൽ മിനിമം എന്താണെന്ന് പഠിച്ചു, മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്താണെന്ന് പഠിച്ചു, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പഠിച്ചു. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൂടി മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രോബ്ലത്തോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ലെറ്റ് f be a function defined on an interval I and C belongs to I. ഇഫ് f'(x) എക്സിസ്റ്റ്, ശ്രദ്ധിക്കണേ, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി എക്സിസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമല്ല, സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി എക്സിസ്റ്റ് ചെയ്യണം. ദെൻ
ഫസ്റ്റ് പോയിന്റ് 3 പോയിന്റ്സ് അതിൻ്റെ അകത്തുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നമ്മളിവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയാൻ കൂടി അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി എക്സിസ്റ്റ് ചെയ്യണം നിർബന്ധമാണ്. എക്സ് ഇസിക്കൽ ടു സി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ഇഫ് എഫ് ഡാറ്റ് സി ഈക്വൽ ടു 0 ആൻഡ് എഫ് ടു ഡാറ്റ് സി ലെസ് ദാൻ 0. അതാണ് പോയിന്റ് ശ്രദ്ധിക്കട്ടെ. അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം അവിടെ, അത് ലെസ് ദാൻ 0. എഫ് ടു ഡാറ്റ് സി ആ പോയിന്റ് സിയിൽ അത് ലെസ് ദാൻ 0 ആയിരിക്കണം. ദെൻ അതുപോലെ തന്നെ എക്സ് ഇസിക്കൽ സി ഈസ് എ പോയിന്റ് ലോക്കൽ മിനിമ എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് എടുക്കും നമ്മൾ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എഫ് ഡാറ്റ് സി ഈക്വൽ ടു 0 ആൻഡ് എഫ് ടു ഡാറ്റ് സി ഗ്രേറ്റർ ദാൻ 0. മാറിപ്പോരുത്. ഇവിടെ മിനിമ വരുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0, മാക്സിമം വരുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0. അത് നമ്മൾ പ്രത്യേകം അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഡിക്രീസിങ് ഫംഗ്ഷൻ പഠിച്ചോ അല്ലേ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം. ലോക്കൽ മാക്സിമക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0. ലോക്കൽ മിനിമയ്ക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0. ദെൻ ഇനി മൂന്നാമത്തെ പോയിന്റ്, ദ ടെസ്റ്റ് ഫെയിൽസ്. നമുക്ക് ടെസ്റ്റ് നമുക്ക് ഫെയിൽ ആയി പോകും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡാറ്റ് സി ഈക്വൽ ടു 0യും എഫ് ടു ഡാറ്റ് സി ഈക്വൽ ടു 0യും. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലോട്ട് നമ്മൾ പോകും. അങ്ങനെയുള്ളതാണ്. ഇൻ ദിസ് കേസ് വി യൂസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആൻഡ് ഫൈൻഡ് വെദർ സി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. അത് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ലോക്കൽ മാക്സിമയാണോ ലോക്കൽ മിനിമയോ ഓർ എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നോക്കുക അവിടെ എപ്പോഴാണെന്ന് വെച്ചാൽ എഫ് ഡാറ്റ് സി ഈക്വൽ ടു 0 എഫ് ടു ഡാറ്റ് സിയും 0 ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലോട്ട് പോകണം. ഇതാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്ന ചില ഡെഫിനിഷനും കാര്യങ്ങളും നമ്മുടെ ഈ ടോപ്പിക്കിലുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും നമുക്ക്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക, സംശയമില്ലെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. പ്രിയപ്പെട്ട കുട്ടികൾ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ ലോക്കൽ മാക്സിമ എന്താണ്, ലോക്കൽ മിനിമം എന്താണ്, ദെൻ ലോക്കൽ മാക്സിമം വാല്യൂ എന്താണ്, ലോക്കൽ മിനിമം വാല്യൂ എന്താണ്, ഇതെല്ലാം കൂടി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം സാധാരണ എക്സാമിൽ ചോദിക്കുന്നതാണ്. നന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഫൈൻഡ് ദ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഇഫ് എനി ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x. ഒരു ഫംഗ്ഷൻ ഒന്ന് ജി ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് ദ ലോക്കൽ മിനിമം വാല്യൂസ് ആസ് ദ കേസ് മേ ബി. നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് ലോക്കൽ മാക്സിമം മിനിമം കണ്ടെത്താൻ സാധിക്കുള്ളൂ. അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടെത്താൻ പറ്റണം, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടെത്താൻ പറ്റണം. അതിനോട് ബേസ് ചെയ്താൽ നമ്മൾ ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ഗിവൺ ജി ഓഫ് എക്സ് ഇസിക്കൽ എക്സ് ക്യൂബ് മൈനസ് 3x. ദെൻ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ദെൻ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 3x ഡെറിവേറ്റീവ് 3 ഇത് കിട്ടും. ദെൻ 3x സ്ക്വയർ മൈനസ് 3. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് തന്നെ കണ്ടുകൊള്ളുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ജി ടു ഡാഷ് എക്സ് എന്ന് പറയുന്നത് 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 6x എന്ന് കാരണം 3 x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. നമുക്ക് 6x മൈനസ് 3 കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. നമുക്ക് ജസ്റ്റ് 6x എന്ന് മാത്രം വരും. ഇനി നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ജി ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദെൻ അപ്പോൾ എന്ത് വരും, നമുക്ക് 3x സ്ക്വയർ മൈനസ് 3 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുക്കുക. ദെൻ എക്സിൻ്റെ വാല്യൂ എന്താണ്, ക്രിട്ടിക്കൽ വാല്യൂസ് എന്ന് പറയും, അത് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് നമുക്കിവിടെ നമുക്ക് 3 വേണേൽ കോമൺ ആയിട്ട് എടുക്കാം. 3 × x സ്ക്വയർ മൈനസ് 1 എന്ന് വരും. കാരണം 3x സ്ക്വയർ മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയത് 3x സ്ക്വയർ മൈനസ് 3 ആണ്. അത് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് 3 വേണേൽ ഇവിടെ കോമൺ ആയിട്ട് എടുക്കാം. ദെൻ 3 × x സ്ക്വയർ മൈനസ് 1 ഈക്വൽ. അപ്പോൾ പക്ഷേ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം. അത് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. 1 ന് 1 സ്ക്വയർ 1 തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ മീൻസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ഫാക്ടറൈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം ഒന്നിലെ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 1 0 ആയിരിക്കണം എന്ന് വേണം.
അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് പ്ലസ് വൺ ഈക്വൽ ടു 0 മീൻസ് എക്സ് ഇസിക്കൽ ടു ഈ പ്ലസ് വൺ റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ -1, അതാണ് എക്സ് ഇസിക്കൽ ടു -1. ഓർ എക്സ് -1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് നമുക്ക് -1 റൈറ്റ് സൈഡിലോട്ട് പോയാൽ +1 വരും, എക്സ് ഇസിക്കൽ ടു 1 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്തൊക്കെ കിട്ടി? -1 എന്നും കിട്ടി, എക്സ് ഇസിക്കൽ ടു 1 എന്നും കിട്ടി. അപ്പോൾ വെൻ എക്സ് ഇസിക്കൽ ടു -1 നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. വെൻ എക്സ് ഇസിക്കൽ ടു 1 നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് നോക്കാം. അപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത്. വെൻ എക്സ് ഇസിക്കൽ ടു -1 g2' സെക്കൻഡ് ഡെറിവേറ്റീവ് 6x എന്നാണ്. എക്സിൻ്റെ വാല്യൂ -1 ആകുമെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. g2' ഇസിക്കൽ ടു 6 ഇൻറ്റു എക്സിന് സ്ഥാനത്ത് -1 ഉണ്ട്. അപ്പോൾ 6 ഇൻറ്റു -1 ദാറ്റ് ഈസ് ഇക്വൽ ടു -6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ നോക്കി കുട്ടികളെ, സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് ലെസ് ദാൻ 0. സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 വെൻ എക്സ് ഇസിക്കൽ ടു -1 ആകുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് വന്നു. നെഗറ്റീവ് എന്ന ലോക്കൽ മാക്സിമയാണ്. ഓക്കെ, അതുപോലെ തന്നെ വെൻ എക്സ് ഇസിക്കൽ 1 ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും? 6 ഇൻറ്റു 1 ദാറ്റ് ഈസ് 6 ഗ്രേറ്റർ ദാൻ 0. നോക്കിയേ, വെൻ എക്സ് ഇസിക്കൽ 1 സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ദാറ്റ് ഈസ് ലോക്കൽ മിനിമയാണ്. അതാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്ത് എഴുതിയിരിക്കണം. Therefore by the second derivative test x is equal to -1 ആകുമ്പോൾ then is a point of local maximum and x is equal to 1 ആകുമ്പോൾ നമുക്ക് 6 കിട്ടിയത് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. കണ്ട, അത് നമ്മൾ എടുത്തെഴുതണം. ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം. അതിനുശേഷം അവർ ഒന്നുകൂടി ആവശ്യപ്പെടേണ്ട ലോക്കൽ മാക്സിമം വാല്യൂ കൂടി കാണണം, അല്ലെങ്കിൽ മിനിമം വാല്യൂ എന്താണെന്ന് കാണണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം നമുക്ക് കിട്ടിയത് എപ്പോഴാണ്? എക്സ് ഇസിക്കൽ -1 ആണ് അല്ലേ. അപ്പോൾ എക്സ് ഇസിക്കൽ -1 വാല്യൂ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ g(x)ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും നമുക്ക് മാക്സിമം വാല്യൂ. വെൻ എക്സ് ഇസിക്കൽ 1 ഈസ് എ ലോക്കൽ മിനിമം വരുന്നത് എപ്പോഴാണ്? നമുക്ക് എക്സിൻ്റെ വാല്യൂ 1 കൊടുത്തപ്പോഴാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലോക്കൽ മിനിമം വാല്യൂ. അപ്പോൾ നമുക്ക് നോക്കുക, ദെൻ ഇത് ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന g(x) x³ - 3x ഫംഗ്ഷനിൽ നമ്മൾ എക്സിന് -1 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. കാരണം ആ കേസിൽ നമുക്ക് ലോക്കൽ മാക്സിമം കിട്ടിയിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും -1 ഹോൾ ക്യൂബ് -3 ഇൻറ്റു -1 ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദാറ്റ് ഈസ് -1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. -3 ഇൻറ്റു -1 +3 കിട്ടും. അപ്പോൾ 3 - 1 ദാറ്റ് ഈസ് 2. അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത്. ദെൻ അതുപോലെ ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് അത് നമുക്ക് മിനിമം എപ്പോഴാണ് കിട്ടിയത്? g(x) = 1 ആയപ്പോഴാണ്. അപ്പോൾ നമുക്ക് എക്സിന് 1 എന്ന് വാല്യൂ ഇട്ട് കൊടുക്കും g(x)ൽ. അപ്പോൾ g(1) ദാറ്റ് ഈസ് 1³ - 3 ഇൻറ്റു 1 അതായത് എഴുതിയേക്കണം 1³ - 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 - 3 1 - 3 ദാറ്റ് ഈസ് -2. അപ്പോൾ നോക്കി കുട്ടികളെ, അപ്പോൾ മാക്സിമം വാല്യൂ 2 കിട്ടി, മിനിമം വാല്യൂ എത്ര കിട്ടി? -2. ഇനി എപ്പോഴാണ് മാക്സിമം ലോക്കൽ മാക്സിമം വന്നിരിക്കുന്നത്? വെൻ എക്സ് ഇസിക്കൽ ടു -1. ലോക്കൽ മിനിമം വന്നിരിക്കുന്നത് എന്നാണ്? വെൻ എക്സ് ഇസിക്കൽ ടു 1. കണ്ടോ, ഇത്രയാണ് സാധാരണ നമ്മൾ ചോദിക്കുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതിനുവേണ്ടി നമ്മുടെ ഡെഫിനേഷൻ മറ്റു കാര്യങ്ങൾക്ക് ആദ്യം പഠിച്ചത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ എല്ലാം നന്നായിട്ട് കൃത്യമായിട്ട് ആ സ്റ്റെപ്സുകളെല്ലാം ഭംഗിയായിട്ട് എഴുതിയെടുക്കുക. ദെൻ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. കുട്ടികൾ, നമുക്ക് ഒരു മാക്സിമം മിനിമം ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, മാക്സിമം മിനിമം കണ്ടെത്താൻ പറ്റാത്ത ടൈപ്പ് ലോഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ g(x) = log x. x ഗ്രേറ്റർ ദാൻ 0 ആണ്, ശ്രദ്ധിക്കണേ. log x ഡസ് നോട്ട് ഹാവ് മാക്സിമം ഓർ മിനിമ. മാക്സിമം മിനിമം ഇല്ല എന്ന് അങ്ങ് പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എടുക്കാം g(x) എന്ന് പറഞ്ഞാൽ നമുക്ക് log x ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്, നമുക്കറിയാം പോസിറ്റീവ് വാല്യൂ ആയിരിക്കുള്ളൂ. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? log x-ന്റെ ഡെറിവേറ്റീവ് നമുക്ക് പഠിച്ചിട്ടുണ്ട് 1/x. ഓക്കെ, അപ്പോൾ g'(x) നമുക്ക് 1/x കിട്ടും. പക്ഷേ g'(x) 0 എന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മളതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം g' ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ഇടും. അപ്പോൾ g'(x) 0 എടുക്കും. ദാറ്റ് മീൻസ് എന്ത് വരും? 1/x 0 എന്ന്. കാരണം g'(x) എന്ന് പറഞ്ഞാൽ 1/x. അപ്പോൾ g'(x 0 implies 1/x 0, which is not possible since x greater than 0. കാരണം 1/x ഒരു കാരണവശാലും 0 ആവില്ല. എന്തുകൊണ്ടാ? എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0. നമ്മൾ നേരത്തെ കണ്ടീഷൻ പറഞ്ഞു, നമ്മൾ log of x ഗ്രേറ്റർ ദാൻ 0 ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ കണ്ടീഷൻ പറഞ്ഞു.
തീർച്ചയായിട്ടും 1/x ഒരു കാരണവശാലും 0 ആവില്ല. അതുകൊണ്ട് സാധ്യമല്ല. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 1/x is 0 which is not possible since x greater than 0. അതാണ് പ്രത്യേകം നോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് g has no critical point. അങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ വരുന്നതിന് നമുക്ക് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതാണ് നമ്മൾ എഴുതുന്നത് g has no critical point. അങ്ങനെ ഇല്ലെങ്കിൽ മാക്സിമം ഉണ്ടാവില്ല, മിനിമം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും therefore g does not have maxima or minima. സിമ്പിൾ ഒരു പ്രോബ്ലം അല്ലേ? മനസ്സിലായെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് കടക്കാം. ശ്രദ്ധിക്കണേ. Find two positive numbers whose sum is 16 and the sum of whose cubes is minimum. അപ്പോൾ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. പക്ഷെ അതിൻ്റെ സം ഓഫ് ദ ക്യൂബ്സ് ഈസ് മിനിമം ആവുന്ന അവസ്ഥയിൽ. അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് നമ്പേഴ്സ് സം 16 തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു നമ്പർ എക്സ് എന്ന് കരുതാം, മറ്റൊരു നമ്പർ എന്തായിരിക്കും 16 മൈനസ് എക്സ്. Let x be one positive number, then 16 minus x is the other positive number. Let s be the sum of their cubes. അവർ പറയുന്നത് സം ഓഫ് ദ ക്യൂബ്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എസ് എന്ന് കരുതാൻ. അപ്പോൾ ആദ്യത്തെ നമ്പറിൻ്റെ ക്യൂബ് എടുക്കണം, തന്നെ അടുത്ത നമ്പർ നമ്മൾ എന്താ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 16 minus x all cube. അതിന്റെ സം s എന്ന് കരുതാം. Therefore s is equal to x cube plus 16 minus x all cube. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ. ഇനി നമ്മൾ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് കാണുക. അപ്പൊ എന്ത് വരും? ds by dx is equal to x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് യു ആയിട്ട്, അപ്പൊ യു ക്യൂബ് ആണ്. യു ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3u² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് വരും? 16 minus x ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് യു എന്ന് പറയുന്നത് 16 minus xന്റെ ഡെറിവേറ്റീവ്. അപ്പൊ 16 minus x ഡെറിവേറ്റീവ് വരും 0 മൈനസ് 1 വരും. അപ്പൊ ഇവിടെ മൈനസ് ഒരു മൈനസ് ഇൻറ്റു പ്ലസ് ഇവിടെ മൈനസ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റുവരുത്തരുത്. അതുപോലെ എൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് അതേ d² ഡിവൈഡ് ബൈ dx² എന്ന് പറയുന്നത്. ദെൻ 3x² ഡെറിവേറ്റീവ് 6x വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് u² ഫോം ആണ്. അപ്പോൾ നമുക്ക് 2u ദാറ്റ് ഈസ് 2 × 3 6 വരും. അപ്പോൾ യു എന്ന് പറയുന്നത് 16 മൈനസ് എക്സ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ വീണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ -1 കൊണ്ട് ഇൻറ്റു ചെയ്യും, അത് മൈനസ് പ്ലസ് ആയി തീരും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യത്തിലും ശ്രദ്ധിച്ച് എഴുതണം, തെറ്റുവരുത്തരുത്. അല്ല ശ്രദ്ധിച്ച് വേണം എഴുതാനേ. Then നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 നമുക്ക് സപ്പോസ് then ds by dx is equal to 0 implies ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3x² മൈനസ് 3 ഇൻറ്റു 16 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദെൻ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? x² മൈനസ് നമുക്ക് വേണമെങ്കിൽ 3 ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ്. അപ്പോൾ a² മൈനസ് 2ab പ്ലസ് b² എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയത് 256 മൈനസ് 32x പ്ലസ് x² വരും. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ x² ഇവിടെ മൈനസ് x² ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ മൈനസ് 32x ഇവിടെ നമുക്ക് പ്ലസ് ആയി തീരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 32x മൈനസ് 256 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 256 എന്ന് വരും. ദെൻ 32x 256 വരും. ദെൻ x 256 ഡിവൈഡ് ബൈ 32 ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു നമ്പർ 8 എന്ന് കിട്ടും. മറ്റേ നമ്പർ എന്തായിരിക്കും? 16 മൈനസ് എക്സ് ആണ്. ദാറ്റ് മീൻസ് 16 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ അടുത്ത നമ്പർ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. അപ്പോൾ ആദ്യത്തെ നമ്പർ നമ്മൾ എക്സ് എന്ന് എടുത്തു, ദാറ്റ് ഈസ് 8 ആണ്. ദെൻ അനദർ നമ്പർ ദാറ്റ് ഈസ് ഓൾസോ 8. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതിൽ എക്സ് ഈസ് ഈക്വൽ 8 നമ്മൾ സപ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവിൽ അത് ഇട്ട് കൊടുക്കുക. നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആണ് ചെക്ക് ചെയ്യണം അല്ലേ, മാക്സിമം മിനിമം ഒന്ന് നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? d² dx² നമ്മൾ അതിൽ നമ്മൾ ഇതാണ് നമ്മുടെ 6x പ്ലസ് 6 ഇൻറ്റു 16 മൈനസ് എക്സ് എന്നാണ്. അതിൽ എക്സിന്റെ വാല്യൂ 8 എന്ന് സപ്പോസ് ചെയ്യുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 48 പ്ലസ് 48 ദാറ്റ് ഇസ് 96 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, നമുക്ക് മിനിമം ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Therefore s is minimum when x is equal to 8 എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ എക്സിന്റെ കിട്ടി. when x is 8 the other number is എന്തായിരിക്കും? 16 മൈനസ് എക്സ് നമ്മൾ ദാറ്റ് ഇസ് 16 മൈനസ് 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ദെൻ ടു പോസിറ്റീവ് നമ്പേഴ്സ് ഏതാണ് അത് അവർ കണ്ടുപിടിക്കാൻ വേണ്ട. ആദ്യത്തെ എക്സ് 8 കിട്ടി, 16 മൈനസ് എക്സ് എന്ന് പറയുന്നത് അത് 8 തന്നെ കിട്ടി. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 8ഉം 8 ആയിട്ട്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുക. Therefore the two positive numbers are 8, 8.
ക്ലിയർ ആയോ? ദെൻ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയം ചോദിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. കുട്ടികളെ, ഇനി നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അതുപോലെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ കാണുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ചെയ്യാം. അത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കൊരു പ്രോബ്ലം എടുത്ത് ഡിസ്കസ് ചെയ്യാം. നോക്കണേ. Find the absolute maximum value and the absolute minimum value of the function f of x is equal to 4x minus 1 by 2x square. X belongs to closed interval minus 2, 9 by 2 in the given intervals. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. എന്നിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ചിലപ്പോൾ എക്സിന് ഒരു വാല്യൂ ഉണ്ട്, 2 വാല്യൂ ഉണ്ട്, എത്ര വാല്യൂലും കുഴപ്പമില്ല. അതുപോലെ തന്നെ തന്നെ അത് എഫ് ഓഫ് എക്സിന് 4 എന്ന് കിട്ടുകയാണെങ്കിൽ എഫ് ഓഫ് 4 എന്താണെന്ന് കണ്ടുപിടിക്കണം. അല്ലെ എക്സിന് 2 എന്ന് കിട്ടുകയാണെങ്കിൽ എഫ് ഓഫ് 2 എന്താണെന്ന് കണ്ടുപിടിക്കും. എഫിന് 7 കിട്ടുകയാണെങ്കിൽ എഫ് ഓഫ് 7 എന്താണെന്ന് കണ്ടുപിടിക്കും. എത്ര വാല്യൂസ് കിട്ടും അതനുസരിച്ച് അതിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന വാല്യൂ തന്നെ നമ്മൾ കണ്ടുപിടിക്കും. കൂടാതെ നമുക്ക് തന്നിരിക്കുന്ന ക്ലോസ് ഇൻ്റർവൽ -2, 9/2. അപ്പോൾ ഇത് ക്ലോസ് ഇൻ്റർവൽ എ ബി എന്ന് എഴുതണേ. ക്ലോസ് ഇൻ്റർവൽ എ ബി, എയുടെ സ്ഥാനത്ത് -2, ബിയുടെ സ്ഥാനത്ത് 9/2. അപ്പോൾ എഫ് ഓഫ് എ കാണണം. അത് എഫ് ഓഫ് എ ഇവിടെ എന്താണ് മൈനസ്, അപ്പോൾ എഫ് ഓഫ് -2 കാണണം. അത് എഫ് ഓഫ് ബി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ സ്ഥാനത്ത് 9/2, എഫ് ഓഫ് 9/2. എന്നിട്ട് ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതാണ് അബ്സല്യൂട്ട് മാക്സിമം. അതുപോലെ അതിലെ ഏറ്റവും മിനിമം വാല്യൂ അബ്സല്യൂട്ട് മിനിമം ആയിട്ട് എഴുതാം. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x minus 1 by 2x square. എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ -2, 9/2. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. 4x ഡെറിവേറ്റീവ് നമുക്കറിയാം 4 × 1 4 കിട്ടും. ഇവിടെ നമുക്ക് 1/2 × എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് 2x എന്ന് കിട്ടും. ആ 2 ക്യാൻസൽ ചെയ്ത് ബാക്കി എക്സ് മാത്രമുണ്ട്. അത് നമുക്ക് 4 - x എന്ന് വേണമെങ്കിൽ എഴുതാം. ദെൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 4 - x ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ ഇവിടെ. ചില കേസ് നമുക്ക് എക്സ് ക്യൂബിൻ്റെ ഫോമിലൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതും കൂടി കണ്ടുപിടിക്കണമെന്നുള്ളൂ. ദെൻ എഫ് ഓഫ് -2 ഞാൻ നോക്കി. ഇവിടെ നമുക്ക് എഫ് ഓഫ് എയുടെ സ്ഥാനത്ത് എഫ് ഓഫ് -2 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 4 നമുക്ക് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 × -2 -1/2 × -2 സ്ക്വയർ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -10 കിട്ടും. അതുപോലെ തന്നെ എഫ് ഓഫ് 9/2, അത് എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 9/2 എഫ് ഓഫ് 9/2 കാണുക. അപ്പോൾ നമുക്ക് ബിയുടെ സ്ഥാനത്ത് 9/2 ആയതുകൊണ്ട് എഫ് ഓഫ് 9/2 കാണുക. അപ്പോൾ നമുക്ക് ഇതിൽ എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് 9/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 4 × 9/2 -1/2 × 9/2 സ്ക്വയർ. ദെൻ സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? 63/8 കിട്ടും. ഇനി അടുത്തത് നമുക്ക് എഫ് ഓഫ് നമുക്കിവിടെ എക്സിന് 4 എന്ന വാല്യൂ കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടുമല്ലോ, അതുകൊണ്ട് എഫ് ഓഫ് 4 കിട്ടും. ഇപ്പോൾ 2 കിട്ടിയപ്പോൾ 4 × 7 കിട്ടുകയാണെങ്കിൽ എഫ് ഓഫ് 4 കാണും, എഫ് ഓഫ് 7 കാണും. ഇവിടെ നമുക്ക് ഒരു വാല്യൂ നമുക്ക് എക്സിന് വരുന്നുള്ളൂ. അപ്പോൾ എഫ് ഓഫ് 4 വാല്യൂ. എഫ് ഓഫ് 4 എക്സിന് സ്ഥാനത്ത് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 4 -1/2 × 4 സ്ക്വയർ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 8 കിട്ടും. അപ്പോൾ നമുക്ക് 3 വാല്യൂസ് ഇവിടെ കിട്ടി. അതുപോലെ -10 കിട്ടി, 63/8 കിട്ടി, 8 കിട്ടി. അതായത് എഫ് ഓഫ് -2 നമുക്ക് -10 കിട്ടി, എഫ് ഓഫ് 9/2 നമുക്ക് 63/8 കിട്ടി, എഫ് ഓഫ് 4 നമുക്ക് 8 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഈ 3 വാല്യൂസ് ഇവിടെ 3 ഉള്ളൂ. അപ്പോൾ 4 നോക്കാം. അത് എത്രയുണ്ടോ അതിൽ ഏറ്റവും മാക്സിമം വാല്യൂ നോക്കുക. ഇത് നമുക്ക് ഒരു മാക്സിമം വാല്യൂ. ഇപ്പോൾ അബ്സല്യൂട്ട് മിനിമം ആണ് ചോദിക്കണേ, ആ മിനിമം വാല്യൂ നോക്കാം. ഇവിടെ നമുക്കറിയാം -10, 63/8, 8 3 വാല്യൂസ് ആയാലും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈക്വൽ ടു -10 എഴുതാം. ഇനി അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഇതിൽ 3 മാക്സിമം നോക്കാം എന്താക്കുക. അപ്പോൾ നോക്കിക്കുക ഇവിടെ കുട്ടികളെ, ഇവിടെ -10 ആണ്. ഇത് 63/8 എന്നാൽ >8 ആണ്. ഇത് 8. അപ്പോൾ ഇത് മാക്സിമം 8 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. കണ്ട, ഈ ടൈപ്പ് പ്രോബ്ലംസ് വന്നാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് പല ഫങ്ഷൻസ് തരാം. അത് നമുക്ക് അതനുസരിച്ച് കണ്ടെത്തി അതനുസരിച്ച് കൃത്യമായിട്ട് ചെയ്യാം. നിങ്ങൾ മനസ്സിലായി കൃത്യമായിട്ട് എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ രസകരമായ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. A rectangular sheet of tin 45 cm by 24 cm is to be made into a box without top. By cutting off squares from each corner and folding up the flaps, what should be the side of the square to be cut off
so that the volume of the box is maximum. വളരെ സിമ്പിൾ ഒരു പ്രോബ്ലം ആണ്, പക്ഷേ പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചു കാണുന്നുണ്ട്. നമുക്കത് എങ്ങനെയാണ് ആ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും, നമ്മൾ ഒരു 45 സെന്റിമീറ്റർ ലെങ്ത് 24 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ഉള്ള ഒരു ടിൻ ഷീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അവിടെ നിന്ന് നമ്മൾ 4 കോർണറിലുമായിട്ട് എക്സ് സെന്റിമീറ്റർ വെച്ച് നമ്മൾ ഓരോ സ്ക്വയർ അങ്ങോട്ട് കട്ട് ചെയ്തു. ഒരു സൈഡ് എക്സ് സെന്റിമീറ്റർ വരുന്ന ദെൻ ഒരു 4 സ്ക്വയേഴ്സ് നമ്മൾ 4 സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലാപ്സ് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കിട്ടുന്ന ഫ്ലാപ്സ് മടക്കി ഒരു ചെറിയ നമുക്കൊരു റെക്ടാങ്കുലർ ബോക്സ് നമുക്ക് ഫോം ചെയ്യും. അതിൻ്റെ ടോപ്പില്ലാത്തത് നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ച് കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ നമ്മൾ എടുക്കുന്നു, അത് എടുത്തിട്ട് അതിൻ്റെ 4 കോർണർ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി. എക്സ് അതിൻ്റെ ആ കോർണർ സ്ക്വയേഴ്സ് ആണ്, ആ സ്ക്വയറിൻ്റെ സൈഡ് എക്സ് സെന്റിമീറ്റർ ഉള്ള ഇന്ന് കട്ട് ചെയ്ത് മാറ്റും. ശ്രദ്ധിച്ച് നോക്കിക്കേ, കണ്ടോ. എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലാപ്സ് നമ്മളിങ്ങനെ മടക്കുക, ഫ്ലാപ്സ് ഇങ്ങനെ മടക്കി ഇങ്ങനെ വരും. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ, കണ്ട ഫ്ലോപ്പ്. അപ്പം നമുക്കൊരു എന്ത് പറ്റും, ഒരു ചെറിയൊരു ബോക്സ് പോലെ കിട്ടി. അതിൻ്റെ ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ടോപ്പ് ഇല്ലാത്ത ഒരു ബോക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബോക്സിൻ്റെ വോളിയം, മാക്സിമം വോളിയം എന്തായിരിക്കണം? പക്ഷെ അത് എപ്പോഴാണ് നമ്മൾ ഈ സൈഡ് നമ്മൾ പറഞ്ഞില്ല എക്സ് സെന്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ വെച്ച് 4 സെന്റ്, അപ്പോൾ ആ സൈഡ് ആ ലെങ്ത് എത്രയായിരിക്കും എന്ന് നമ്മളത് കണ്ടെത്താനാണ് പറഞ്ഞത്. എപ്പോഴാണ് വോളിയം മാക്സിമം ആവുന്നത്? അതാണ് നമ്മുടെ പ്രോബ്ലം. ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. തീർച്ചയായിട്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് നമ്മളെല്ലാ പ്രോബ്ലംസ് ചെയ്തത് നമ്മൾ റിയൽ ലൈഫിൽ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ വളരെ രസകരമായ പ്രോബ്ലമാണ്, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് 2. അപ്പോൾ നമ്മൾ നോക്കി, ഇവിടെ ഞാൻ 45 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എക്സ് സ്ക്വയർ നമ്മൾ കട്ട് ചെയ്യുന്നത്, ആ സ്ക്വയറിന്റെ സൈഡ് എക്സ് എന്ന് പറയണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു എക്സ് പോകും കട്ട് ചെയ്തു, ഇവിടെ നിന്ന് ഒരു എക്സ് കട്ട് ചെയ്തു. അപ്പോൾ 2x ലെങ്ത്തിൽ നിന്ന് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബോക്സിന്റെ ലെങ്ത് എന്തായിരിക്കും? 45 - 2x ആയിരിക്കും. അതുപോലെ ബ്രെഡിൽ നമ്മളതിന് ഈ 2 കോർണർ നമ്മൾ എക്സ് ഓരോ കോർണർ നമ്മൾ സ്ക്വയർസ് കട്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് ആ ലെങ്ത് എന്താണ്? നമുക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ് സെന്റിമീറ്റർ. അപ്പോൾ 2x ഇവിടെ നിന്ന് കട്ട് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബോക്സിന്റെ ബ്രെഡ്ത്ത് എന്ത് വരും? 24 - 2x. അപ്പോൾ ലെങ്ത് എന്ത് കിട്ടി? 45 - 2x. ബ്രെഡ്ത്ത് എന്ത് കിട്ടി? 24 - 2x. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്ലാപ്പ് നമ്മൾ മടക്കി വെച്ച് ഞാൻ പറഞ്ഞു, ഞാനൊരു കടലാസ് നിങ്ങൾ കാണിച്ചു നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ ഹൈറ്റ് തന്നെ. അപ്പോൾ ഈ ഹൈറ്റ് എന്താ? ആ എക്സ് ആണ്, സൈഡ് എക്സ് അല്ലേ, അപ്പോൾ അതായിരിക്കും ഹൈറ്റ്. അപ്പോൾ ലെങ്ത് എന്ത് കിട്ടി? 45 - 2x, ബ്രെഡ്ത്ത് 24 - 2x ആൻഡ് ഹൈറ്റ് എക്സ് കിട്ടി. അപ്പോൾ വോളിയം കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? വോളിയം എന്നാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയ കുട്ടികളെ, ലെങ്ത് ഓഫ് ദ ബോക്സ് 45 - 2x, ബ്രെഡ്ത്ത് ഓഫ് ദ ബോക്സ് 24 - 2x, ഹൈറ്റ് ഓഫ് ദ ബോക്സ് x. Then volume V is equal to 45 - 2x, 24 - 2x into x. Then multiply ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? 4x³ minus 138x² plus 1080x. Then അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് dv/dx. Then 4 into x³ ഡെറിവേറ്റീവ് 3x² എന്ന് വരും. അപ്പോൾ 4 into 3 12x² minus 138x². അപ്പോൾ -138 into x² ഡെറിവേറ്റീവ് 2x വരും. അപ്പോൾ 138 into 2 വരും 276x വരും. പ്ലസ് 1080 നമുക്ക് വരും, കാരണം വെച്ചാൽ എക്സിന്റെ ഡെറിവേറ്റീവ് ദെൻ 1 ആണ്. അപ്പോൾ 1080 into 1 ദാറ്റ് ഈസ് 1080. അപ്പോൾ ഇത്രയും നമുക്കാണ് dv/dx. അങ്ങനെ നമുക്ക് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും? നമുക്ക് 12x² ഡെറിവേറ്റീവ് 24x എന്ന് എഴുതാം. അതുപോലെ തന്നെ 276x എന്നുള്ള അതിന്റെ ഡെറിവേറ്റീവ് 276 മാത്രം. കാരണം എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇത് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്ക് 24x - 276 എന്ന് കിട്ടും. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ നമുക്ക് dv/dx is equal to 0 കൊടുക്കുക. അപ്പോൾ dv/dx നമുക്ക് എന്തുണ്ട്? ഫസ്റ്റ് ഡെറിവേറ്റീവ് 4x³ minus 4x³ minus 138x² plus 1080x ആണ് കിട്ടിയത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.
ദെൻ എന്താ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 18 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് കിട്ടും. കണ്ടോ, നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക നിങ്ങൾ. ദെൻ നമുക്കറിയാം എക്സ് ഇസിക്കൽ 18 ഓർ എക്സ് ഇസിക്കൽ ടു 5 എന്ന് എഴുതാൻ പറ്റും. പക്ഷേ എക്സ് ഇസിക്കൽ 18 നമുക്ക് ഇവിടെ സ്വീകരിക്കാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് നമ്മൾ എക്സ് ഇവിടെ നിന്നും കട്ട് ചെയ്തു, ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 36 അങ്ങോട്ട് കട്ട് ചെയ്ത് പോകും. അങ്ങനെ കട്ട് ചെയ്താൽ ആകെ ഉണ്ടാവും 24 ഉള്ളൂ അല്ലേ. അപ്പോൾ എക്സ് ഇസിക്കൽ 18 നമുക്ക് ഒരു കാരണവശാലും സ്വീകരിക്കാൻ സാധിക്കില്ല. അതുപോലെ ഈ വശത്ത് നമുക്കത് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അതുകൊണ്ട് നമുക്ക് എക്സ് ഇസിക്കൽ 5 മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് നോക്കി. ബട്ട് എക്സ് ഇസിക്കൽ 18 ഈസ് നോട്ട് പോസിബിൾ, ദെർഫോർ എക്സ് ഇസിക്കൽ 5. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ 5x എടുത്തത്? Then at x is equal to 5, നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ചെക്ക് ചെയ്യണം. അപ്പോൾ at x is equal to 5, then d square b divided by dx square നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുവച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എക്സിന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 24 into 5 minus 276 കിട്ടും. Then 120 minus 276 minus 156, that is less than 0. ഓക്കെ, ദെൻ നെഗറ്റീവ് വന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വന്നു? നെഗറ്റീവ് വന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ് എന്താ? മാക്സിമം ആണ് അല്ലേ ഇവിടെ. അപ്പോൾ നമുക്ക് എഴുതാം therefore b is maximum, വോളിയം b is maximum when x is equal to 5. Then conclude ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയാ? Hence the volume of the box is maximum when x is equal to 5 centimeter is cut off from the side of the square. അപ്പോൾ നമ്മൾ സൈഡ് സ്ക്വയർ കട്ട് ചെയ്യുന്ന 4 സൈഡിൽ നമ്മൾ സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ സൈഡ് എന്ത് വെച്ചയക്കണം? 5 സെന്റിമീറ്റർ വെച്ചയക്കണം. എങ്കിൽ മാത്രമേ ആ സന്ദർഭത്തിൽ നമുക്ക് വോളിയം മാക്സിമം ആട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഇപ്പോൾ ഇത് ഉപയോഗിച്ച് ആണ് നമ്മൾ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. സാധാരണ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇതിനോട് ബന്ധപ്പെട്ടപ്പോൾ വോളിയുമായിട്ട് ബന്ധപ്പെട്ടും സർഫസ് ഏരിയ ബന്ധപ്പെട്ടും പല രീതിയിൽ പ്രോബ്ലംസ് ചോദിക്കാം. എല്ലാത്തിനും മെത്തേഡ് ഇതാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, അതിന് നമ്മൾ ഫംഗ്ഷൻ ഫോം ചെയ്യണം. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, ഈക്വൽ ടു 0 എടുക്കുക. ദെൻ അതിനുശേഷം സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക, അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ വേരിയബിൾ ആണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ചെക്ക് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് മിനിമം ആയിരിക്കുള്ളൂ. ദെൻ നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം ആയിരിക്കും. അതാണ് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തത്. അതനുസരിച്ച് നമുക്ക് ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ കൃത്യമായിട്ട് എല്ലാവരും എഴുതിയെടുക്കുക. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ അവസാനിക്കുക. ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ നമ്മുടെ ഈ ഫസ്റ്റ് വോളിയം 2 വോളിയമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 2 പാർട്ടായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. അതിൽ ആദ്യത്തെ പാർട്ടിൽ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ രണ്ടാമത്തെ പാർട്ടിൽ നമുക്കറിയാം ബാക്കിയുള്ള 6 ചാപ്റ്റേഴ്സ് വരും. 7 ചാപ്റ്റേഴ്സ് സെക്കൻഡ് വോളിയത്തെ. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷനെ കുറിച്ച്. അതിനുശേഷമാണ് ആപ്ലിക്കേഷൻ ഇൻ്റഗ്രേഷൻ, ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓൾറെഡി സൂചിപ്പിച്ചത്. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഇൻ്റഗ്രേഷനെ കുറിച്ച് പഠിക്കാൻ പോകും. വളരെ പ്രധാനപ്പെട്ട, കാരണം ഇത് നമുക്ക് ഡിഫറൻസിയേഷൻ പ്രോസസ്സിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. വളരെ നന്നായിട്ടത് മനസ്സിലാവണമെങ്കിൽ പഠിക്കാൻ പറ്റണമെങ്കിൽ ഈ ഡിഫറൻസിയേഷൻ്റെ നമ്മൾ പഠിച്ച എല്ലാ മെത്തേഡും ഫോമുലയും മറ്റു കാര്യങ്ങളും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അത് ചെയ്യാനും പഠിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഡിഫറൻസിയേഷനും അതിൻ്റെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സും എല്ലാം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻ്റഗ്രേഷൻ പുതിയൊരു ചാപ്റ്ററിലോട്ട് കിടക്കാം. താങ്ക് യു.